ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും ഇപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇവിടെ റെലവൻ്റാണ്. ഇപ്പം തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവർ ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലാതെ ക്യൂർ ആവുമോ മെഡിസിൻ കൊണ്ട്? ഡിപ്പെൻസ് കണ്ടീഷനാണ്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവർ ഈ തൈറോയിഡിൻ്റെ എല്ലാ ഫംഗ്ഷനും ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ എന്താണ്? തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നു, നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ട്, തൈറോയിഡ് മരുന്ന് കഴിക്കുന്നു. അവരെന്തുകൊണ്ടാണ് തൈറോയിഡിൻ്റെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോയത്? അവർക്ക് ചില സിംറ്റംസ് ഉണ്ടാവും. എന്തായിരിക്കും സിംറ്റംസ്? അവർക്ക് മുടി പൊഴിയുന്നുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതിന് ക്ഷീണം ഉണ്ടാവും, ശരീരം തളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടാവും. പല സിംറ്റംസ് ഉണ്ട്. തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ T3 T4 TSH നോക്കുമ്പോൾ ഇതെല്ലാം നോർമലായിട്ടുണ്ട്. അതിനർത്ഥം തൈറോയിഡ് മാറി എന്നല്ല. അതായത് തൈറോയിഡിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഈ T3 T4 നോർമലാവുക എന്നുള്ളത്. തൈറോയിഡിൻ്റെ ഫംഗ്ഷനൊന്നും നമുക്ക് നോർമലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ തൈറോയിഡിൻ്റെ പല ഫംഗ്ഷൻസ് ഉണ്ട്, അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരീരത്തിലെ പല സമയങ്ങൾ പല സ്ഥലങ്ങളിലെ ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ ഡോസേജ് കുറയ്ക്കാനും പറ്റും. ഒരു സമയം കഴിഞ്ഞ് നമുക്കത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും. പക്ഷേ തുടക്കത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല. പക്ഷേ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചാലും സിംറ്റംസ് അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴിയാണ് തൈറോയിഡിൻ്റെ എല്ലാ സിംറ്റംസ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്.